ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ക്രിഷ് കൺമണിയെ വിളിക്കുക ചെയ്യുന്നത്. കൺമണി, നീ എന്തിനാ ആ ക്യാബിൻ വിട്ടുകൊടുത്തതെന്ന് ചോദിക്കുമ്പോഴത്തേനും, ഒന്നുമില്ല സർ, അതിനകത്ത് ഇരുന്നിട്ട് എനിക്ക് ആകെ ഒരു ശ്വാസം മുട്ടലാണ്. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ സർ അപ്പുറത്തെ ക്യാബിനിലുണ്ടെന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം എനിക്ക് അവിടെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെയാണ് തന്നെ ഇഷ്ടം. അപ്പോൾ ഒരു സാഹചര്യം വന്നപ്പോൾ എന്തായാലും അത് ആ ശ്രീദേവിക്ക് തന്നെ വിട്ടുകൊടുത്താൽ ഞാൻ, വേറെ പ്രശ്നമൊന്നുമില്ല സാർ എന്ന് പറയാം കേട്ടോ. കൺമണി, നീ ഒന്ന് ക്ഷമിക്കണം, എനിക്കിത് അഭിനയിച്ച് തീർത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെനിക്കറിയാലോ, സാറിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ഞാൻ എല്ലാം സഹിക്കുന്നത്. അതുകൊണ്ട് സാറ് വിഷമിക്കേണ്ട. ഇനി ശങ്കർ മോഹൻ്റെ മീറ്റിങ്ങിൽ കാണാം നമുക്ക്, ഓക്കെ എന്ന് പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആ ഒരു ക്രിമിനൽ ലോയറിനെയും സുമിത്രയും ബാലുവിനെയോ കേട്ടോ. എന്തായാലും സാഗർ നാട്ടിലേക്ക് വരുന്ന വിവരം അറിഞ്ഞിട്ടുണ്ട്. ബലരാമൻ്റെ മനസ്സിൽ അവനോടുള്ള ദേഷ്യം കൂടുതൽ ആഴത്തിൽ നിറയ്ക്കണം. അതിനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. ഞാൻ എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിന് കഴിയുള്ളൂ. ഇപ്പോഴും സാഗറിനെ സുജാതനെയാണ് അവൻ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ആ ഒരു പക വിട്ടുമാറില്ല എന്ന് പറയുന്നുണ്ട്. സാഗർ നാട്ടിലേക്കല്ലേ വരുന്നത്. എന്തായാലും ഇനി സാഗർ തിരിച്ചു പോവില്ല. അവൻ്റെ അന്ത്യം ഇവിടെ തന്നെയായിരിക്കും. എന്തായാലും പറഞ്ഞതുപോലെ ചെയ്തേക്ക് എന്ന് പറയുന്നു. അങ്ങനെ സുമിത്രയും ബാലുവും കൂടി പിന്നെയും ചർച്ച ചെയ്യണം. ഇനിയിപ്പോൾ എന്താണ് സുമിത്ര നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നു. ബലരാമൻ്റെ മനസ്സിൽ ഇനിയും ദൈവത്തിൻ്റെ സ്ഥാനം ആദ്യം നമ്മൾക്ക് തന്നെയാണ്, പിന്നെയുള്ളൂ സാഗറും സുജാതയും. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് പറയുന്നു. അതെന്താണിനി? ബാലു പിന്നെയും ആ പഴയ സ്ഥിതിയിലേക്ക് പോകണം, വയ്യാണ്ടാവണം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലുവിന് തളർച്ചയാകുമ്പോൾ തന്നെയാണ് ബലരാമൻ വാശിയോടുകൂടി തന്നെ നമുക്ക് വേണ്ടി ആ കാര്യം ചെയ്യുള്ളൂ എന്ന് പറയുന്നു. അതെന്താണ് കാര്യം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാട്ടോ. പിന്നീട് അലികയിൽ എന്നെ കാണിക്കുന്നത് അവിടെ മഹിയും കൃഷും അതുപോലെ തന്നെ ദേവിജിയാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടിയിട്ട് അവരുടെ ഇടയിലേക്ക് വരാട്ടോ ചെയ്യുന്നത്. സർ എന്താ പാട്ടൊക്കെ പാടിയിരിക്കുന്നത്? പുതിയൊരു ചീഫ് ഡിസൈനർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ ശ്രീദേവി, അവളെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണെന്ന് പറയുന്നു. ഓ, പാരീസ്കാരി, എന്താ ഇപ്പോൾ ചെയ്യണത്? അവൾ കുറച്ച് ഓവറാണെന്നാണ് തോന്നുന്നതെന്ന് തോന്നുന്നു. എന്താ പിന്നെ നീ അങ്ങനെ പറയുന്നത് കൃഷേ? പിന്നെ അവൾ ശരിക്കും ഒരു കലാകാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. കാരണം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കുള്ള കലാകാരികൾക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവില്ല സാർ എന്ന് പറയുന്നു. അത് കറക്റ്റാണ്, നീ പഠിച്ചു മോനെ എന്ന് പറയാം കേട്ടോ. പിന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഡിസൈനിങ് അത് കൺമണിക്ക് തന്നെ ആയിരിക്കുമോ അതോ നമ്മുടെ പുതിയ ചീഫിനെ തന്നെ ആയിരിക്കും? നമുക്ക് നോക്കാം മീറ്റിങ്ങിൽ എന്താണെന്ന്. ആ സമയത്ത് തന്നെയാണ് മാനസ് അങ്ങോട്ട് വരുന്നത്. നമസ്കാരം ദേവ്ജി എന്ന് പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കൃഷ്, ആ മീറ്റിംഗ് ആവാനായി ശങ്കർ മോഹൻ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പുതിയ ഡിസൈനർ ഉണ്ടല്ലോ ശ്രീദേവി, അവളെ ഒന്ന് പൊക്കി അടിച്ചേക്കണേ. അതായത് അവൾ പാരീസിലാണ് പഠിച്ചത്, ഒരുപാട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അവളെ തളർത്തരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അത് ഞങ്ങൾ ഏറ്റു. എന്തായാലും എത്രയും പെട്ടെന്ന് എത്തിയേക്കണേ. എന്തായാലും നമുക്ക് പോവാം കൃഷി എന്ന് പറയുന്നുണ്ട് ദേവ്ജി. അവളെ അങ്ങ് പൊക്കി അടിക്കാൻ പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ക്യാമ്പിൽ മീറ്റിംഗ് തുടങ്ങുക കേട്ടോ. അതിനുശേഷം തന്നെ ശങ്കർ മോഹൻ വരുന്നുണ്ട്. അങ്ങനെ മാനസ പുതിയൊരു ഡിസൈനറെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണെന്നാണ് ശ്രീദേവി. അങ്ങ് പാരീസുകാരിയാണെന്നൊക്കെ പറഞ്ഞ് ഒന്ന് പുകഴ്ത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ശങ്കർ മോഹൻ പറയുന്നുണ്ട്, എന്തായാലും ഡൽഹി പ്രോജക്റ്റിന് വേണ്ടി മാനസ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഡിസൈൻ ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും എല്ലാവർക്കും അറിയാലോ അത് കൺമണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ മാനസിക്കൊരു ചമ്മലുണ്ട്. അത് പിന്നീട് അത് പോയി നമ്മുടെ കയ്യിൽ നിന്ന്. BR കൊണ്ടുപോയി. പിന്നെ വേറൊരു ഡിസൈൻ അതിൻ്റെ ഇടയിലൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് വളരെ ഗംഭീരമായിട്ട് അത് ഡൽഹി പ്രോജക്റ്റ് തിരിച്ചു പിടിക്കാൻ വരച്ചതാണ്. എന്തായാലും മാനസ സൂപ്പറായിട്ടുണ്ട്, എന്ത് രസമാണത് കാണാൻ. ഞാൻ പല മീറ്റിങ്ങിലും ആ ഡിസൈൻ വെച്ചിട്ടാണ് പറയാറെന്ന് പറയുന്നു. അതൊരിക്കലും മാനസയല്ല സർ ഡിസൈൻ ചെയ്തതെന്ന് ദേവ്ജി പറയുന്നു. അത് കൺമണിയാണെന്ന് പറയുന്നു. ഏതാണ് കൺമണി എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഈ പെൺകുട്ടിയാണെന്ന് പറയുന്നു. കൺമണി എണീറ്റ് നിൽക്കുന്നു. അങ്ങനെ ശങ്കർ മോഹൻ എഴുന്നേറ്റ് നിന്ന് കൺമണിയെ തൊഴുന്നു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചു കുട്ടിയെയല്ല ഞാൻ തൊഴുതത്, ഇവളിലുള്ള കലാകാരിയാണ്, വളരെ മിടുക്കിയാണ് എന്ന് പറയുന്നുണ്ട്. കൺമണിയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അവൾ മിടുക്കി തന്നെയാണ്, ഇത്രയും നല്ലൊരു കലാകാരിയെ നമുക്ക് കിട്ടാനില്ല. അവളുടെ കൈവിരലുകൾ ദൈവം അനുഗ്രഹിച്ച് കൊടുത്തു തന്നെയാണെന്ന് പറയുന്നു കേട്ടോ. ശരിയാണ്, ഒരിക്കൽ ദേവ്ജി തന്നെയല്ലേ പറഞ്ഞത് കൺമണിയെക്കുറിച്ച്,
നല്ലൊരു ഡിസൈനർ ഉണ്ടെന്നുള്ളത് അത് ഈ കുട്ടിയാണോ എന്ന് ചോദിക്കുക കേട്ടോ. അതെ, അത് ഈ കുട്ടി തന്നെയാണ്, മിടുക്കിയാണ് കേട്ടോ. ഇവിടെ വിളിപ്പേരും കൂടിയുണ്ട്, സൂപ്പർ കൺമണി എന്ന് മഹി പറയുന്നു. ഓ സൂപ്പർ കൺമണി അടിപൊളിയാണല്ലോ എന്ന് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന മാനസയ്ക്കും ശ്രീദേവിക്കും അങ്ങ് കുശുമ്പ് കയറുക കേട്ടോ ചെയ്യുന്നത്. പക്ഷേ രക്ഷയില്ല, അവിടെ ഇരുന്ന് എല്ലാം കേട്ടേ പറ്റുള്ളൂ. അതിനുശേഷം തന്നെ ശങ്കർ മോഹൻ പറയുന്നുണ്ട്, എനിക്കൊരു ഐഡിയ വരുന്നുണ്ട് മാനസ. ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള എൻ്റെ ഒരു ഐഡിയ ആണ്, എൻ്റെ പുതിയ പ്രോജക്റ്റിനുള്ള ഡിസൈൻ കൺമണി തന്നെ വരയ്ക്കണം എന്നുള്ളത് കേട്ടോ. ഇതും കൂടി കേൾക്കുമ്പോൾ എല്ലാം ആയി എന്ന് പറഞ്ഞ പോലെ കൺമണിക്കും ശ്രീദേവിക്കും ആകെ ദേഷ്യം കൂടി. ശ്രീദേവി മിടുക്കിയായിരിക്കും, അല്ലെങ്കിൽ കുട്ടിയെക്കുറിച്ച് ഇത്രയും പറയുമോ? പാരീസ് കോളേജൊക്കെ നല്ലതാണ്, കൺമണി എവിടെയാണ് പഠിച്ചത്? അപ്പോൾ പറയുന്നുണ്ട്, ഞാനൊരു സാധാ ഗവൺമെൻറ് കോളേജിൽ പഠിച്ചു, പിന്നെ അച്ഛൻ പെയിൻറ്റിങ് പണിക്കാരനാണ്. അമ്പലത്തിലൊക്കെ പെയിൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അവിടേക്ക് പോകുമായിരുന്നു, അതിലൂടെ ചിത്രമൊക്കെ വരച്ചിട്ടാണ് ഞാനിങ്ങനെ എത്തിയതെന്ന് പറയുന്നു. മിടുക്കി, ഗ്രേറ്റ്, നല്ലതാണ്. കാരണം നമ്മൾ എവിടെ പഠിച്ചു എന്നല്ല, നമ്മുടെ ഉള്ളിലെ കഴിവിനെ എങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ തന്നെ കാര്യം എന്ന് പറയുന്നു. എന്തായാലും ശ്രീദേവിയെ തളർത്തുന്നില്ല, നീ നല്ല കുട്ടിയാണെന്ന് പറയാട്ടോ. എന്തായാലും ശരി ദേവ്ജി, ഞാൻ എന്തായാലും പോയിട്ട് വരട്ടെ, മിടുക്കിയാണ് കൺമണി, എനിക്ക് നല്ലൊരു ഡിസൈൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്, ജഗൻമോഹൻ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഞാൻ സാഗറിനെ വിളിച്ചോളാം, ഞാൻ മെയിൽ അയച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം ദേവ്ജിക്ക് ദേഷ്യം വരും, കൃഷി അങ്ങ് പോവാം കേട്ടോ. ദേവ്ജിക്ക് ദേഷ്യം വരുന്നുണ്ട്. മാനസ അവിടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. എന്താ ദേവ് സാർ എന്ന് പറയുന്നു. മാനസ എന്തിനാണ് കൺമണിയുടെ ക്യാബിൻ ശ്രീദേവിക്ക് വിട്ടുകൊടുത്തതെന്ന് പറയുന്നു. അത് പിന്നെ എന്ന് പറയുന്നു, എന്ത് പണിയാണ് കാണിച്ചത്? ഇവിടെ ഡിസൈൻ സെക്ഷൻ്റെ ഹെഡ് ഞാനാണ്, എന്നെ ചോദ്യം ചെയ്യാൻ മാനസയ്ക്കോ ഇവിടെ ആർക്കും സാധിച്ചില്ല, സാഗർ പോലും എന്നെ ചോദ്യം ചെയ്യില്ല. പുതിയൊരു ഡിസൈനർ വന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് നീ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, നീ എൻ്റെ മുന്നിൽ എന്താ കൊണ്ടുവരാഞ്ഞതെന്ന് പറഞ്ഞു. മാനസ, സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ നടക്കില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ശ്രീദേവി എന്ന് ചോദിക്കുമ്പോഴത്തേന് എനിക്കറിയില്ലായിരുന്നു സർ, പുതിയ കുട്ടിയായതുകൊണ്ട് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല, പക്ഷേ ഇവിടെ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ പറഞ്ഞു തരാൻ. എന്തായാലും കൺമണിക്ക് ആ ക്യാബിൻ വിട്ടുകൊടുക്കണം. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, എനിക്ക് വേണ്ട സാർ എന്ന് പറയുന്നത്. കൺമണിയല്ല ഇത് തീരുമാനിക്കേണ്ടത്, ഇത് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ കൺമണിയെ വെളുത്തുകെട്ട വീണ്ടും ദേവ്ജി, അങ്ങനെ മാനസിയും അതുപോലെ ശ്രീദേവി വീണ്ടും തല താഴ്ത്തി പോകേണ്ട അവസ്ഥ തന്നെ വന്നത്. അങ്ങനെ മഹിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്, കൺമണിയെ കൈ കൊടുത്ത് ഷേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ദേവ്ജിക്കും സൂപ്പറായിട്ടുണ്ട്, ഇതാണ് വേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സ്റ്റാഫ് പറയുന്നു, മഹി സാറിൻ്റെ സൂപ്പർ കൺമണി എന്നുള്ള പ്രയോഗം എന്തായാലും ശങ്കർ മോഹൻദാസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അത് സത്യമല്ലേ, കൺമണിയെ സൂപ്പർ കൺമണി തന്നെയല്ലേ വിളിക്കേണ്ടത്, ഇവിടെ അടിപൊളിയല്ലേ എന്ന് പറയാം കേട്ടോ. പിന്നീട് നമ്മുടെ ശ്രീനിവാസിനെയും കാണിക്കുന്നുണ്ട്, വളരെ സന്തോഷത്തിലിരിക്കുക. കാരണം അമ്പലത്തിൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലോ വീട് തിരിച്ച് കിട്ടാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അമ്മായിമാർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും മേട്ടന് ചിരി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് വരുന്നു കേട്ടോ. അതിനുശേഷം എന്താ ഈ പറയുന്നത്, നമ്മുടെ വീട് സ്ഥലം ഇപ്പോൾ പോകും, അത് ഏട്ടനിപ്പോൾ ഒരു സങ്കടം ഇല്ലാതിരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടും ശാന്തി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാം കൂടി ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവർ പോകുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ ഗൂഗിൾ വരുന്നുണ്ട്. അച്ഛ എന്ത് സന്തോഷമുണ്ടല്ലോ അച്ഛൻ്റെ മുഖത്ത്, എൻ്റെ മോനെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ആ ഗുണ്ടകളൊക്കെ നമ്മുടെ ദേവ് സാറിൻ്റെ ആൾക്കാരാണ്, അവർ ഈ സ്ഥലം വാങ്ങുന്നത് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്, കൺമണി മോളെ നമ്മളോട് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു, ഇത് സത്യം തന്നെയായിരിക്കും, ക്രിസ് സാർ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കും, നീ അമ്മേനോടൊന്നും പറയരുത് കേട്ടോ, ആരും ഇത് അറിയണ്ട, അറിഞ്ഞാൽ ഇതും മുടക്കും എന്ന് പറയുന്നു. ആരും അറിയില്ല അച്ഛച്ച എന്ന് പറയാം കേട്ടോ. പിന്നീട് ദേവ് സാറിൻ്റെ വീട്ടിലാട്ടോ കാണിക്കുന്ന മഹിയും അതുപോലെ കൃഷും എല്ലാവരും ഉണ്ട്. ആ സമയത്ത് കൺമണി പായസം വെച്ച് കൊണ്ടുവരാം കേട്ടോ, എല്ലാവർക്കും സന്തോഷത്തോടു കൂടി കഴിക്കാനായിട്ട്. ഇതെന്താ കൺമണി പായസം, പുതിയ ഒരു ഡിസൈൻ കിട്ടിയതിൻ്റെ പേരിലോ അതോ മാനസിയിട്ട് പഞ്ഞി കിട്ടിയതിൻ്റെ പേരിലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇന്നൊരു മധുരം കഴിച്ചേ പറ്റൂ, രണ്ടും നല്ല കാര്യങ്ങളല്ലേ ചെയ്തിട്ടിരിക്കുന്നത്. മഹിയാണെങ്കിൽ അപ്പോൾ ഒരു നാടകം കളിക്കുന്നുണ്ട്, പായസം ഒട്ടും കൊള്ളില്ല കേട്ടോ, എന്തെങ്ങനെ ദേവ് സാർ ഒരു ടേസ്റ്റും ഇല്ല, എന്തൊക്കെയോ ഒരു കുറവുള്ള പോലെ, എന്നാൽ എല്ലാം ഉണ്ടേനും എന്ന് പറഞ്ഞ്, നീ എന്താ പറയുന്നത്, ഒരു കുറവുമില്ല എന്ന് ക്രഷാണെങ്കിൽ കൺമണിയെ പൊക്കി അടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കാണിക്കുന്നത്, എന്താണ് നീ കുടിക്കണ്ട, നീ കൺമണി എനിക്ക് ഉണ്ടായിക്കൊള്ളു, ഇത് കലം കുടിച്ചാൽ പോലും എനിക്ക് തികയില്ല എന്ന് പറയുന്നു. അത് വെറുതെ പറഞ്ഞതാണ്, നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി മഹി, ഈ പായസത്തിന് കൂടുതൽ ഒന്നും പറയാനില്ല, ഗംഭീരമായിട്ടുണ്ട് കൃഷി എന്ന് പറയാട്ടോ ചെയ്യുന്നത്, നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേടാ, ആ പായസം തിരിച്ചായിട്ട് പറയുന്നു കേട്ടോ. ഇത്രയും കാണിച്ചിട്ടുണ്ടെന്ന് എപ്പിസോഡ് വിശേഷം കഴിയുന്ന നാളെ പ്രമോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.